നമസ്കാരം. എത്രയോ പേർ ജോലിക്കായും വിനോദസഞ്ചാരത്തിനായും എല്ലാം ദിവസേന ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ചിലർ വിസയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്. പക്ഷെ വിസയുടെ കാര്യം പ്രതീക്ഷിക്കും പോലെ അങ്ങ് നടന്നെന്ന് വരില്ല. പലപ്പോഴും വിസ കിട്ടാൻ വൈകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. സാങ്കേതിക തടസ്സങ്ങൾ, അപേക്ഷിച്ചതിലുള്ള പോരായ്മകൾ, വിസ നിയമത്തിൽ പെട്ടെന്ന് വരുന്ന മാറ്റം, അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. വിസ നിയമത്തിൽ വരുന്ന മാറ്റങ്ങളാണിതിൽ നമ്മളെ വല്ലാതെ കുഴയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം വിസിറ്റിംഗ് വിസയിൽ നിന്ന നിൽപ്പിനാണ് UAE മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഇതോടെ അപേക്ഷിച്ച പലരുടെയും വിസ കൂട്ടത്തോടെ നിരസിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപേക്ഷ സമർപ്പിച്ച മിക്കവരും വിസ നിയമങ്ങളിൽ വന്ന മാറ്റം അറിയാതെയായിരുന്നു അപേക്ഷിച്ചത്. എന്നാൽ പിന്നീട് കൃത്യമായ രീതിയിൽ അപേക്ഷിച്ചപ്പോൾ മിക്കവർക്കും വിസ ലഭിച്ചുവെന്നാണ് വിവരം. ഇടയ്ക്ക് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ GCC രാജ്യങ്ങൾ ഷെങ്കൻ വിസ നൽകുമെന്ന് പറഞ്ഞിരുന്നു. അതായത് 6 ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒറ്റ വിസയിൽ പോയി വരാൻ സാധിക്കും. കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള യാത്രകൾക്ക് വലിയ സാധ്യതകൾ തുറക്കുന്നത് കൂടിയായിരുന്നു ഈ വിസ. കുവൈറ്റ് പോലെ വിസയ്ക്ക് വലിയ തുക വാങ്ങുന്ന രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തുന്നവർക്ക് ഇത് ഏറെ പ്രയോജനപ്പെടുന്ന ഒന്നുകൂടിയാണ്. കുറഞ്ഞ ചിലവിൽ GCC രാജ്യങ്ങളിൽ പോയി വരാൻ സാധിക്കും ഈ വിസയിലൂടെ. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾക്ക് ഇഷ്ടപ്പെട്ട യാത്രാ കേന്ദ്രം കൂടിയാണ് GCC രാജ്യങ്ങൾ. പ്രകൃതി മനോഹരതയും ഒപ്പം ആകർഷകമായ മനുഷ്യനിർമ്മിതികളും കൊണ്ട് GCC രാജ്യങ്ങൾ സമ്പന്നമാണെന്ന് പറയണം. സാധാരണ രീതിയിൽ ഓരോ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുന്നതിന് അതത് രാജ്യങ്ങൾ നൽകുന്ന വിസ വേണം. എന്നാൽ ഇതിന് പരിഹാരമായിട്ടായിരുന്നു GCC രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഒറ്റ വിസ എന്ന ആശയം കൊണ്ടുവന്നത്. UAE, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, കുവൈറ്റ് എന്നിവയുൾപ്പെടെ 6 രാജ്യങ്ങളിൽ ഷെങ്കൻ വിസ എന്ന ഒറ്റ വിസയിലൂടെ പോയി വരാൻ സാധിക്കും. GCC രാജ്യങ്ങൾ ഷെങ്കൻ വിസ നൽകാൻ ഇനിയും കാത്തിരിക്കണമെന്നാണ് പുറത്തുവരുന്ന വിവരം. സുരക്ഷാ ആശങ്കകളും അംഗരാജ്യങ്ങൾക്കിടയിലെ വ്യത്യസ്ത അഭിപ്രായങ്ങളുമാണ് ഇത് നടപ്പിലാക്കാൻ സമയമെടുക്കുന്നതെന്നാണ് പറയുന്നത്. ഈ പദ്ധതി വെല്ലുവിളി നിറഞ്ഞതാണെന്നാണ് രാജ്യങ്ങൾ പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 6 GCC രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് തീരുമാനമെടുക്കണമെന്ന് ചുരുക്കം. ഏകീകൃത GCC സന്ദർശന വിസ GCC ഗ്രാൻഡ് ടൂർസ് എന്ന പേരിലാണ് അറിയപ്പെടുക. വിസ കാലാവധി സംബന്ധിച്ച് അന്തിമ തീരുമാനമായില്ലെങ്കിലും 6 രാജ്യങ്ങളിലും പോയി വരാൻ സാധിക്കുന്ന ഈ ഒറ്റ വിസയ്ക്ക് 30 ദിവസത്തെ കാലാവധി ഉണ്ടാകുമെന്നാണ് സൂചന. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഷെങ്കൻ വിസയെ മാതൃകയാക്കിയാണ് ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങൾ ഏകീകൃത വിസ അവതരിപ്പിക്കുന്നത്. ഈ വിസയിലൂടെ ട്രാവൽ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, വ്യോമയാന മേഖല എന്നിവയിലൊക്കെ വൻ നേട്ടമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിസ യാഥാർത്ഥ്യമായാൽ വിനോദസഞ്ചാരികൾക്ക് അതിർത്തിയില്ലാതെ രാജ്യങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കും. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ടുകൂടിയാണ് ഈ വിസ സംവിധാനം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. സുരക്ഷയും സാങ്കേതിക വിഷയങ്ങളുമൊക്കെ പരിഗണിച്ചിട്ട് GCC രാജ്യങ്ങൾ ഈ വിസ നൽകൂ. ഷെങ്കൻ വിസ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒരൊറ്റ വിസ കൊണ്ട് 6 രാജ്യങ്ങൾ ചുറ്റി കാണാം. എന്തായാലും ഈ വിസയ്ക്കായി കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.